വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരായി CBI നൽകിയ കുറ്റപത്രം മുൻനിർത്തി പ്രതിപക്ഷത്തെ വിമർശിച്ച് MP രാജേഷ്. വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ ഉപയോഗിച്ച് വലതുപക്ഷം തങ്ങളെ ആക്രമിച്ചു. പ്രതികളെ രക്ഷപ്പെടുത്താൻ താൻ മുൻകൈയെടുത്തു എന്ന് വാളയാർ അമ്മ പരസ്യമായി പറഞ്ഞു. തൃത്താലയിലെ തെരഞ്ഞെടുപ്പിൽ വാളയാർ വിഷയം കോൺഗ്രസ് ആയുധമാക്കിയെന്നും MP രാജേഷ് പറഞ്ഞു. ഇപ്പോൾ വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, ഇപ്പോൾ ഈ വാളയാർ വിഷയവുമായി ബന്ധപ്പെട്ട് CBI നൽകിയ കുറ്റപത്രം, ആ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ മനസാക്ഷിയെ ചോര മരവിപ്പിക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്നാണ് മന്ത്രി MP രാജേഷ് തന്നെ പറയുകയും ചെയ്തത്. വാളയാർ അമ്മയെ മുൻനിർത്തി കഴിഞ്ഞ തവണ പ്രതിപക്ഷമടക്കം നടത്തിയ നാടകങ്ങൾ, അതോടൊപ്പം തന്നെ വലതുപക്ഷ മാധ്യമങ്ങൾ കൊണ്ടാടിയ വിഷയമാണ് വാളയാർ അമ്മയെ മുൻനിർത്തി. ഇപ്പോൾ കുറ്റപത്രം വരുമ്പോൾ എല്ലാം പൊളിയുകയാണ്. മന്ത്രി പറഞ്ഞതുപോലെ തന്നെ എന്തേ മാധ്യമങ്ങൾക്ക് മിണ്ടാട്ടമില്ലാത്തത്? എന്താണ് MP രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയുണ്ട്, വളരെ വൈകാരികമായൊരു വിഷയം. മന്ത്രി എന്ന നിലയിൽ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ള മാധ്യമങ്ങളുടെ നിലപാട്, പ്രതിപക്ഷത്തിൻ്റെ നിലപാട്, രണ്ട് പെൺകുട്ടികളുടെ പിതാവായതുകൊണ്ട് തന്നെ വല്ലാതെ നോവിപ്പിച്ച സംഭവം. ഇപ്പോൾ കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ പ്രതിസ്ഥാനത്താവുകയാണ് പ്രതിപക്ഷം, മാധ്യമങ്ങളൊക്കെ. എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞത്? തീർച്ചയായും സിജു, വലിയ രൂക്ഷ വിമർശനം തന്നെയാണ് BJPക്കും കോൺഗ്രസിനും അതേപോലെ തന്നെ വലതുപക്ഷ മാധ്യമങ്ങൾക്കുമെതിരെ മന്ത്രി MP രാജേഷ് ഉന്നയിച്ചിട്ടുള്ളത്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ വലിയ രീതിയിലുള്ള പ്രചരണമാണ്, വ്യക്തിഹത്യ ചെയ്യുന്ന രൂപത്തിലുള്ള പ്രചരണമാണ് വാളയാർ അമ്മയെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസും BJPയും നടത്തിയിട്ടുള്ളത്. അവിടുത്തെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള VT ബൽറാം വരെ സ്വന്തം പോസ്റ്ററിൽ വാളയാർ കേസ് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രചാരണം നടത്തിയത്. തെരഞ്ഞെടുപ്പ് സമയത്ത് കുഞ്ഞുടുപ്പുകൾ, പോളിംഗ് സ്റ്റേഷന് മുന്നിൽ വരെ കുഞ്ഞുടുപ്പുകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് അവരുടെ വോട്ടെടുപ്പ് ദിവസം പോലും പ്രചരണം നടത്തിയിട്ടുള്ളത്. അതിനൊക്കെ എതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ മന്ത്രി MP രാജേഷ് ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല, സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വാളയാർ അമ്മയെ തല മുണ്ടനം ചെയ്തുകൊണ്ട് ധർമ്മടത്ത് കൊണ്ടുപോയി മത്സരിപ്പിക്കുന്ന ഒരു സ്ഥിതിയും UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ UDF വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രചരണമാണ് വാളയാർ അമ്മയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളത്. CBI കുറ്റപത്രം കഴിഞ്ഞ ദിവസമാണ് വന്നിട്ടുള്ളത്. അതിൽ രൂക്ഷമായ വിമർശനമാണ് വാളയാർ അമ്മക്കെതിരെ പ്രതിപാദിച്ചിട്ടുള്ളത്. വാളയാർ അമ്മയെ പ്രതി ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രമാണ് CBI നൽകിയിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു തുടങ്ങിയ വലിയ ഒരു കേരള മനസാക്ഷിയെ ആകെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള കുറ്റപത്രമാണ് CBI സമർപ്പിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, ഇതിലൊക്കെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് UDFും BJPയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം പ്രചരണം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ചില പരിസ്ഥിതിവാദികളും അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ അണിഞ്ഞുകൊണ്ടുള്ള ചില ആളുകളും ഇത്തരത്തിൽ ഈ വാളയാർ അമ്മയെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനും അതേപോലെ തന്നെ CPIMനുമെതിരെ രൂക്ഷമായ പ്രചരണം നടത്തിയിരുന്നു. അതിൽ വ്യക്തിഹത്യ നേരിട്ട ഒരു വ്യക്തിയാണ് MP രാജേഷ് എന്ന് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു പ്രചരണമാണ് അന്ന് വാളയാർ അമ്മയെ ഉപയോഗിച്ചുകൊണ്ട് UDFും BJPയും നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇതൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങളും രംഗത്തെത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയും CPIMനെതിരെയുമായിരുന്നു അന്ന് വലിയ രീതിയിലുള്ള കടന്നാക്രമണം വലതുപക്ഷ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്നാൽ CBI കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ട് പോലും അത്തരത്തിലൊരു വാർത്ത നൽകാൻ പോലും മാധ്യമങ്ങൾ ഇപ്പോൾ തയ്യാറായിട്ടില്ല. മാപ്പ് പറയാൻ ഈ മാധ്യമങ്ങൾ തയ്യാറാവണമെന്നാണ് ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കളും CPIM നേതാക്കളും ഉന്നയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയ ഒരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനും BJPക്കും ഈ വാളയാർ കേസിൽ ഉണ്ടായിട്ടുള്ളത്. സിജു, സച്ചിൻ, ഏതായാലും മന്ത്രി വളരെ ഗൗരവതരമായ ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. അതിൽ ഒന്ന്, ഈ കുറ്റപത്രം വന്നതിന് ശേഷം CBI സമർപ്പിച്ച കുറ്റപത്രം, അതിൽ രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും ഈ കുട്ടികളുടെ അമ്മയും അച്ഛനുമാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത, മന്ത്രിയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞാൽ ചോര മരവിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ. 9ഉം 11ഉം വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങൾ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവർ നേരിട്ട ആ കൊടിയ മാനസിക പീഡനമടക്കം, ശാരീരിക മാനസിക പീഡനമടക്കം വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന തരത്തിൽ കുറ്റപത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അന്ന് നാളുകളോളം ചർച്ച ചെയ്ത മാധ്യമങ്ങൾ, പ്രതിപക്ഷം സമരം നടത്തിയത്,
വാളയാറിൻ്റെ അമ്മയെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിച്ചത്, വലിയ തരത്തിലെ കോലാഹലങ്ങൾ സൃഷ്ടിച്ച മാധ്യമങ്ങൾ ഇപ്പോൾ മിണ്ടുന്നില്ല, പ്രതിപക്ഷം മിണ്ടുന്നില്ല. അതാണ് ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടത്. മന്ത്രിക്ക് വളരെ വൈകാരികമായി തന്നെ പറയേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. തനിക്ക് 2 പെൺമക്കളുണ്ട്. അങ്ങനെയുള്ളൊരു പിതാവ് കൂടിയായ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ ഇപ്പോൾ മൗനം പാലിക്കുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ്. സച്ചിൻ, തീർച്ചയായും സിജു അത് തന്നെയാണ്. കാരണം മന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രൂപത്തിലായിരുന്നു അന്ന് വാളയാർ കേസ്. 2017 വാളയാറിൽ ദാരുണമായ രീതിയിൽ ഒരു പെൺകുട്ടി, 13 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. അതിനുശേഷം മാർച്ചിലാണ് രണ്ടാമത്തെ പെൺകുട്ടിയും ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിവാദങ്ങൾ ഈ കോൺഗ്രസിൻ്റെയും BJPയുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ഒരു പറ്റം വലതുപക്ഷ മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു. വ്യക്തിഹത്യ ചെയ്യുന്ന രൂപത്തിൽ മന്ത്രി MP രാജേഷിനെയും അതേപോലെ തന്നെ MP രാജേഷിൻ്റെ കുടുംബത്തെയും ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം MP രാജേഷിൻ്റെ ഭാര്യ സഹോദരനെ അടക്കം ഈ കേസിൽ വലിച്ചിഴക്കുന്നു. അദ്ദേഹം അടക്കമാണ് ഈ പ്രതികൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് എന്ന രൂപത്തിൽ മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിക്കുന്നു. അത് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ ആരോപണങ്ങളും വ്യക്തിഹത്യയാണ് അന്ന് നടന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് ആ പ്രചരണം നടത്തിയ മാധ്യമങ്ങൾ പോലും ഈ വിഷയം ഏറ്റെടുക്കുന്നില്ല എന്നതാണ് വസ്തുതാപരമായ കാര്യം. കാരണം അന്ന് കൃത്യമായ രീതിയിൽ കേരള പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. അന്ന് തന്നെ സാക്ഷികളായാണ് വാളയാർ കേസിലെ മാതാപിതാക്കളെ കേസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ അന്ന് വലിയ പോലീസ് കേസ് അട്ടിമറിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു പ്രചരണമാണ് UDFും BJPയും ചില പരിസ്ഥിതിവാദികളും അതേപോലെ തന്നെ ചില സാമൂഹ്യ പ്രവർത്തകരടക്കം ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നീടാണ് അവരുടെ ഒക്കെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ തന്നെ, ഇടതുപക്ഷ സർക്കാരാണ് CBIയിലേക്ക് കേസ് വിടുന്നത്. ഇപ്പോൾ CBI കുറ്റപത്രത്തിലാണ് മാതാപിതാക്കളെ പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ രൂക്ഷമായ കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. കാരണം അന്ന് സംസ്ഥാന പോലീസ് കണ്ടെത്തിയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴും CBIയും കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ശരി, സച്ചിനാണ് വിവരങ്ങൾ നൽകിയത്. എന്തുകൊണ്ട് മാധ്യമങ്ങൾ വാളയാർ സംഭവത്തിൽ CBI കുറ്റപത്രം വന്ന ശേഷം എന്തുകൊണ്ട് മാധ്യമങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് മന്ത്രി MP രാജേഷ് ചോദിച്ചത്. വിവരങ്ങളാണ് സച്ചിൻ വള്ളിക്കാട് പാലക്കാട് നിന്ന് നൽകിയത്.